അയ്യപ്പ ദർശനം co-sponsored by വുഡ്ലാൻഡ് പ്യുർ വെജിറ്റേറിയൻ ഹോട്ടൽ തൊടുപുഴ. ഹൈറേഞ്ചിന്റെ കവാടമായ തൊടുപുഴയിൽ രുചിവൈവിധ്യങ്ങളുടെ നിറക്കലവറയായി വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ. കൈപുണ്യത്തിന്റെ മികവ് തെളിയിച്ചുകൊണ്ട് വിവിധയിനം ദോശകൾ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് എന്നിങ്ങനെ കലർപ്പില്ലാത്ത വെജിറ്റേറിയൻ വിഭവങ്ങൾ. ഗ്രഹാതുരത്വം തുളുമ്പുന്ന അന്തരീക്ഷത്തിൽ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ, തൊടുപുഴ മൂവാറ്റുപുഴ റോഡ്, മടക്കത്താനം, കൊച്ചങ്ങാടി. ഇരട്ടി മധുരവുമായി വുഡ്ലാൻഡ് സ്വീറ്റ്സ് എന്ന മധുരക്കലവറയും. ഞങ്ങളുടെ മറ്റൊരു സഹോദര സ്ഥാപനം വിജയ ബ്രിക്സ്, മടക്കത്താനം, കൊച്ചങ്ങാടി. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ. ഹരിഹരസുതനാനന്ദചിത്തൻ അയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ. ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീ ഹൃദയാനന്ദം ശാസ്താരം പ്രണമാമ്യഹം. സ്വാമിയേ ശരണമയ്യപ്പ. വിപ്രപൂജ്യം വിശ്വവന്ദ്യം വിഷ്ണുശംഭോ പ്രിയം സുതം ക്ഷിപ്രപ്രസാദനിരതം ശാസ്താരം പ്രണമാമ്യഹം. സ്വാമിയേ ശരണമയ്യപ്പ. മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം സർവരത്നഹരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. സ്വാമിയേ ശരണമയ്യപ്പ. അസ്മത്കുലേശ്വരം ദേവം അസ്മത്ശത്രുവിനാശനം അസ്മദിഷ്ടപ്രദാതാരം ശാസ്താരം പ്രണമാമ്യഹം. സ്വാമിയേ ശരണമയ്യപ്പ. പാണ്ഡ്യേശവംശതിലകം കേരളേ കേളിവിഗ്രഹം ആർത്തത്രാണപരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. സ്വാമിയേ ശരണമയ്യപ്പ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. പ്രിയപ്പെട്ടവരെ, മകരമാസം 1-ാം തീയതി നമ്മുടെ 61ാമത് എപ്പിസോഡ് എത്തുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് മകരവിളക്കിനെ കുറിച്ചാണ്. മകരവിളക്ക് എന്നുദ്ദേശിക്കുന്നത് മകരസംക്രമത്തിനാണ് സംഭവിക്കുന്നത് എന്നാദ്യം മനസ്സിലാക്കുക. ധനുമാസം 30 വൈകുന്നേരം 6:40 ശേഷം 6:50 മകരസംക്രമം നടക്കുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ മകരസംക്രമം ഈ വർഷം നടക്കുന്നത് രാവിലെ 8:50 9 മണിക്കും ഇടയ്ക്കാണ്. പക്ഷെ ഇന്നത്തെ ദിവസം തന്നെയാണ് മകരസംക്രമം എന്ന് അറിയുക. നമുക്ക് മകരവിളക്കിനോട് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത്. തിരുവാഭരണം ചാർത്തി ഭഗവാന്റെ മനോജ്ഞമായ വിഗ്രഹവും ഏറ്റവും ശ്രേഷ്ഠതരമായ പൂജകളും എല്ലാം നമ്മൾ പങ്കെടുത്തു കഴിഞ്ഞു. ധനു 30 നടക്കുന്ന മകര സംക്രാന്തി ദിവസം തുടങ്ങി ശബരിമല സന്നിധാനത്തിൽ മകരവിളക്ക് മഹോത്സവം നടക്കുകയാണ്. സാധാരണ ഭക്തർ ധരിച്ചു വച്ചിരിക്കുന്നത് മകരവിളക്ക് എന്ന് പറയുന്നത് ഒറ്റ ദിവസം മാത്രമുള്ള ഒരാഘോഷമായിട്ടാണ്. അതിനെക്കുറിച്ചാണ് നമുക്ക് കുറച്ച് വ്യക്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാവേണ്ടുന്നത്. മകരവിളക്ക് എന്നുദ്ദേശിക്കുന്നത് 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സബരിയാണ് എന്നറിയുക. 1-ാം ദിവസം ആരംഭിക്കുന്നത് മകരസംക്രാന്തി ദിവസവും, അതായത് ധനു 30-നും, 2-ാം ദിവസം മകരം 1-ാം തീയതിയും, 3-ാം ദിവസം മകരം 2-ാം തീയതിയും, 4-ാം ദിവസം മകരം 3-നും, 5-ാം ദിവസം മകരം 4-നുമാണ്.
മകരവിളക്ക് മഹോത്സവം വളരെ ഗൗരവപൂർണമായ ആഡംബരങ്ങളോടുകൂടിയാണ് സന്നിധാനത്ത് നടക്കുന്നത്. അതനുസരിച്ചിട്ട് മകരവിളക്ക് മഹോത്സവത്തിലെ 2-ാം ദിവസം വൈകുന്നേരമായ ഇന്ന് നിങ്ങൾക്ക് സന്നിധാനത്തുള്ളവർക്ക്, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവർക്ക്, ഞാൻ പറയുന്നതിലെ സത്യാംശങ്ങൾ മുഴുവനും ബോധ്യപ്പെടാനായി സാധിക്കും. അതിന് വൈകുന്നേരത്തെ പൂജ കഴിഞ്ഞാൽ, അത്താഴ പൂജ കഴിഞ്ഞാൽ മണിമണ്ഡപത്തിന്റെ തിരക്കായിരിക്കും. മണിമണ്ഡപത്തിന്റെ സമീപത്തേക്ക് ചെല്ലുക. അവിടെ മനോജ്ഞമായ രൂപം 2-ാം ദിവസത്തെ വരച്ചിട്ടുണ്ടായിരിക്കും. ശൈശവ രൂപത്തിലുള്ളത് കഴിഞ്ഞ്, ഇന്നലെ ശൈശവ രൂപത്തിലുള്ള ചിത്രം കഴിഞ്ഞതിന് ശേഷം ബാല്യരൂപത്തിലുള്ള കുളത്തൂപ്പുഴയിലെ ബാലകനെ എന്ന ആ പാട്ടിൽ വിവക്ഷിച്ചിരിക്കുന്ന തരത്തിലുള്ള ബാലക രൂപത്തിൽ ഭഗവാൻ അയ്യപ്പസ്വാമിയെ നമുക്ക് അവിടെ ദർശിക്കാനായിട്ട് സാധിക്കും. അവിടെ മാളികപ്പുറം മേൽശാന്തി വന്ന് പൂജകൾ നടത്തിയതിനു ശേഷം വളരെ ആഡംബരപൂർവം അയ്യപ്പസ്വാമിയെ എഴുന്നള്ളിച്ച് നേരെ 18-ാം പടിയുടെ സമീപത്ത് എത്തിച്ച് നായാട്ടുവിളി നടത്തി 18-ാം പടിയിൽ പൂജകൾ നടത്തി ആദിശാസ്താവിനെ വലം വച്ച് വീണ്ടും തിരിച്ച് മാളികപ്പുറത്ത് തന്നെ എത്തിച്ചേരുന്നു. അങ്ങനെ ഒരു ദിവസം, 2 ദിവസം, 3 ദിവസം, 4 ദിവസം, ബാക്കിയുള്ള ദിവസങ്ങളിലും ഓരോ ദിവസത്തെ ചടങ്ങുകളെ കുറിച്ച് പറയും എന്നുള്ളതുകൊണ്ട് 2-ാം ദിവസത്തെ കഥകളാണ്, കാര്യങ്ങളാണ് ഇന്ന് വ്യക്തമാക്കിയത്. മാളികപ്പുറത്തെ ദീപാരാധന കഴിഞ്ഞ് മേൽശാന്തി വന്ന് കളത്തിൽ പൂജ നടത്തി അവിടെ നിന്നും എഴുന്നള്ളിച്ച് 18-ാം പടിയിലെത്തി 18-ാം പടിയിൽ നായാട്ടുവിളി നടത്തി ആദിശാസ്താവിനെ വലം വെച്ച് തിരിച്ച് മണിമണ്ഡപത്തിലെത്തുമ്പോൾ ശബരിമലയിലെ മകരവിളക്ക് മഹോത്സവത്തിൻ്റെ 2-ാം ദിവസം പരിപൂർണമാകും എന്നറിയുക. 2-ാം ദിവസത്തെക്കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. പന്തളത്തരകൻ സംശയാലുവായിരുന്നു. ആ സംശയാലുവായിരുന്ന പന്തളത്തരകന് രാജരാജനായിട്ട് ഉള്ള സാക്ഷാൽ മണികണ്ഠദേവൻ വർണ്ണാശ്രമ ധർമ്മ വ്യവസ്ഥകളെക്കുറിച്ചും അതിൻ്റെ യാഥാർത്ഥ്യ രൂപങ്ങളെക്കുറിച്ചും നൽകുന്ന ഉപദേശം കൂടി നമുക്ക് ഇത്തരണത്തിൽ അറിയണം. നമ്മളിതെടുത്തിരിക്കുന്നത് വളരെ ശ്രമകരമായിട്ട് തയ്യാറാക്കപ്പെട്ട അയ്യപ്പസ്വാമിയെ കുറിച്ച് ഗൗരവാവഹമായി തയ്യാറാക്കിയിട്ടുള്ള 3 പുസ്തകങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് ഈ ഗ്രന്ഥം. ഒന്നാമത്തേത് അയ്യപ്പ ഭാഗവതം എന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചിരുന്നു. 2-ാമത്തേത് അയ്യപ്പ ഗീതയാണ്. 3-ാമത്തേത് ശ്രീ ഭൂതനാഥ സർവസ്വം. അതിൽ നിന്നാണ് ഈ വ്യവസ്ഥകളെക്കുറിച്ച് മണികണ്ഠദേവൻ പന്തളത്തരകന് കൊടുക്കുന്ന ഉപദേശങ്ങൾ നമുക്ക് നോക്കാം. ഇന്നത്തെ ഈ എപ്പിസോഡോടുകൂടി ഈ ഉപദേശങ്ങളുടെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ എത്തും. നമുക്കതെന്തൊന്ന് പരിശോധിക്കാം. മണികണ്ഠദേവൻ വർണ്ണാശ്രമ ധർമ്മങ്ങളെക്കുറിച്ച് പന്തളരാജന് ഉപദേശം നൽകി. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, ഇതാണ് 4 ഭാഗങ്ങൾ. ആ 4 ഭാഗങ്ങൾ തൻ്റെ ശരീരമാണെന്നും അത് കൃത്യമായി മനസ്സിലാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മളിതിനെക്കുറിച്ച് മനസ്സിലാക്കാതെ ഹിന്ദു മതമാണെന്നും ആ മതത്തിൻ്റെ 4 ഭാഗങ്ങളാണ് ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്ന് പറയുന്നതെന്നും ധരിച്ചു വശായിരിക്കുന്നു. നമ്മളെ വിമർശിക്കാൻ തയ്യാറാകുന്ന ആളുകൾ ഇതിനെ ഉപോത്ബലകമായിട്ടുള്ള സാങ്കത്യമില്ലാത്ത കാര്യങ്ങളാണ് നമുക്കെതിരായിട്ട് പറയുന്നത്. നമുക്കതെന്തൊന്ന് നോക്കാം. ബ്രാഹ്മണൻ എൻ്റെ മുഖവും, കൈകൾ ക്ഷത്രിയനും, ഇരുതുടകളും വൈശ്യനും, പാദങ്ങൾ ശൂദ്രനുമാണ്. ഈ 4 വർണ്ണങ്ങളും കർമ്മം അടിസ്ഥാനമാക്കിയുള്ളതാണ്. അത് എന്താണെന്ന് കുറച്ചുകൂടി ഗൗരവമായിട്ടും വ്യക്തമായിട്ടും നമ്മൾ മനസ്സിലാക്കണം.
പ്രവൃത്തികൾ ഏതു തരത്തിലുള്ളതാണെന്ന് അറിയണം. എന്നിട്ട് ആ പ്രവൃത്തികളുടെ അടിസ്ഥാനവും നമുക്കൊന്ന് നോക്കാം. ആദ്യത്തേത് ബ്രാഹ്മണൻ. എന്താ ബ്രാഹ്മണൻ്റെ ജോലി? ബ്രാഹ്മണൻ്റെ ജോലി വ്യക്തമാണ്. ബ്രഹ്മജ്ഞാനേതി ബ്രാഹ്മണ. ബ്രഹ്മജ്ഞാനം ലഭിച്ചവർ ആരായിരുന്നാലും, അഥവാ വൈദിക കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർ ആരായിരുന്നാലും അവരെയാണ് ബ്രാഹ്മണൻ എന്ന് വിളിക്കേണ്ടുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞു. വൈദിക കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർ ആരായിരുന്നാലും അവർ ബ്രാഹ്മണരാണ് എന്ന് പറയുന്ന ഭഗവത്ഗീതയിൽ ഭഗവാൻ ഉപദേശിക്കുന്ന ആ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചാൽ, സനാതന ധർമ്മത്തിൻ്റെ ഇരിപ്പിടമായിട്ടുള്ള ക്ഷേത്രങ്ങളിലെ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന നമ്പൂതിരിമാർ, ഭട്ടതിരിമാർ, പോറ്റിമാർ, അതുപോലെ അവർ മാത്രമാണോ യഥാർത്ഥത്തിൽ ബ്രാഹ്മണർ? നമ്മളതിനെക്കുറിച്ച് ആ രൂപത്തിൽ തന്നെയാണ് മനസ്സിലാക്കേണ്ടുന്നത്. എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട 3 മതങ്ങൾ കൂടി നമ്മുടെ കൂടെയുണ്ട്. അതിലൊന്നാമത് ആയിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത് ക്രൈസ്തവ മതമാണ്. പ്രായത്തിൻ്റെ കാര്യത്തിൽ 2030 വർഷത്തിന് കഴിഞ്ഞിരിക്കുന്നു. 2054 അവരെത്താൻ പോവുകയാണ്. അപ്പം അതനുസരിച്ചിട്ട് നോക്കിയാൽ ഏത് വിഭാഗത്തിൽപ്പെട്ടവരായ പള്ളികളായാലും ചർച്ചുകൾ, പള്ളി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ചർച്ചുകളെയാണ്, ആ ചർച്ചുകളിലെ വൈദിക കർമ്മങ്ങൾ നിർവഹിക്കുന്നവർ ആരായിരുന്നാലും അവർ ബ്രഹ്മജ്ഞാനം ലഭിച്ചവർ എന്ന അർത്ഥത്തിലാണ്, അല്ലെങ്കിൽ ബ്രാഹ്മണന്മാരാണ് എന്ന് മനസ്സിലാക്കണം. സമൂഹത്തിൽ നിന്നും വ്യത്യസ്തമായ രൂപഭാവഹാവാദികൾ അവർ പേറുന്നു. വസ്ത്രധാരണത്തിൽ പ്രത്യേകത, ശാന്തശീലത്വം, ആ ചർച്ചിനോടനുബന്ധമായിട്ടുള്ള വൈദിക കർമ്മങ്ങൾ പൂർണ്ണമായിട്ടും നിർവഹിപ്പിക്കും. അതോടൊപ്പം തന്നെ അവരെ ഇടവകാംഗങ്ങൾ, അച്ഛൻ എന്ന നാമധേയത്തിൽ വിളിക്കുന്നു. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കന്യാസ്ത്രീകൾ എന്ന നിലയിൽ അമ്മമാർ എന്ന് വിളിക്കുന്നു. അപ്പോൾ സമൂഹത്തിലെ ഏറ്റവും ഉന്നത സ്ഥാനത്ത്, ആ സമൂഹത്തിൻ്റെ ഉന്നത സ്ഥാനത്ത് വർത്തിക്കുന്നത് സംശയലേശമന്യേ പറയാൻ നമുക്ക് സാധിക്കും വൈദികർ തന്നെയാണ്. അവരെ വിളിക്കുന്നതും വൈദികർ എന്ന് തന്നെയാണ്. ആ വൈദികരും നമ്മുടെ ക്ഷേത്രങ്ങളിലെ തന്ത്രിമാരുൾപ്പെടെ മേൽശാന്തിമാർ, പൂജാതി കർമ്മങ്ങൾ നിർവഹിക്കുന്നവർ അവരാരായിരുന്നാലും വൈദിക വൃത്തി ചെയ്യുന്നവരാണ്. ആ കണക്കിന് തൊട്ടടുത്തുള്ള മോസ്കിലെ വാങ്കുവിളിക്കുന്ന വ്യക്തി മുതൽ സമൂഹത്തിൽ നിസ്കാരത്തിന് ആവശ്യമായ നേതൃത്വം, കർമ്മപദ്ധതികൾ തയ്യാറാക്കി കൊടുക്കുന്ന വ്യക്തികളെ ഉൾപ്പെടുത്തിയാണ് ആ മോസ്കിൻ്റെ ഉത്തരവാദിത്വം വഹിക്കുന്നവരെ സമൂഹത്തിൽ അവർ ഉന്നതമായ ശ്രേണികളിൽ ഇരുത്തിയിരിക്കുന്നു. അപ്പോൾ അവരും സമൂഹത്തിൽ ഉന്നതമായ ഭാവത്തിലാണ്. അവരും സംശയമില്ലാതെ പറയണം ബ്രഹ്മജ്ഞാനം ലഭിച്ചവരായിട്ട് കാണുന്നു. ഇതാണ് ബ്രാഹ്മണൻ എന്ന വാക്കിൻ്റെ അർത്ഥം ആയിട്ട് കാണുന്നതെങ്കിൽ നമ്മളുടെ ധാരണയാണ് തെറ്റിയിരിക്കുന്നത്. പൂണുനൂലിട്ടാൽ യജ്ഞോപവീതം എന്നാണ് അതിൻ്റെ യഥാർത്ഥ രൂപം. അത് ഊണുനൂലെന്ന് ചിലർ വിളിക്കുന്നു, പൂണൂലെന്ന് ചിലർ പറയുന്നു. അതിൻ്റെ ശരിയായ നാമധേയം യജ്ഞോപവീതം എന്നാണ്. യജ്ഞത്തിന് അർഹനായിട്ടുള്ള സ്ഥാനം ലഭിച്ചവൻ എന്ന അർത്ഥം യജ്ഞോപവീതധാരിക്ക്. അങ്ങനെയുള്ള ആളുകൾ കഴിഞ്ഞാൽ രണ്ടാമത്തെ അവരുടെ ജോലി എന്തെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു, വൈദിക വൃത്തിയാണ്. ആ വൈദിക വൃത്തി അനുസരിക്കുന്ന, അതനുസരിച്ച് ജീവിക്കുന്നവർ ആരെന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഭഗവാൻ കൃത്യമായി പറഞ്ഞത്. അവരെൻ്റെ മുഖങ്ങളും. രണ്ടാമത്തേത് ക്ഷത്രിയനാണ്. ക്ഷതത്തിൽ നിന്ന് ജനപഥത്തെയും ഭൂമിയെയും മാതൃരാജ്യത്തെയും ചുറ്റുപാടുമുള്ളവരെയും രക്ഷിക്കാൻ സാധിക്കുന്നവരാരോ അവരാണ് ക്ഷത്രിയർ. വാക്കിൻ്റെ അർത്ഥമാണ് പറഞ്ഞത്, ക്ഷതത്തിൽ നിന്ന് ഭൂമിയെയും ജനപഥത്തെയും ത്രാണനം ചെയ്യുന്നവർ. അവരാരാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മുടെ ചുറ്റുമുള്ള യൂണിഫോം ധരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, പോലീസ്, പട്ടാളം,
പട്ടാളത്തിൻ്റെ 3 വിഭാഗങ്ങൾ, പോലീസിൻ്റെ എല്ലാ വിഭാഗങ്ങൾ, ഫോറസ്റ്റ്, എക്സൈസ്, ഇവരെല്ലാവരും രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളവരാണ്, ജനപഥത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളവരാണ്. അവരറിയേണ്ടുന്നത് അവർ കർമ്മശേഷി പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നവരാണ്. അവരെ വിളിക്കുന്നതാണ് ക്ഷത്രിയൻ. ആ ക്ഷത്രിയൻ എൻ്റെ കൈകളും. ഒരു ശരീരത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രമുഖമായ സ്ഥാനമാണ് കൈകൾക്കുള്ളത് എന്നറിയുക. മൂന്നാമത്തേത് വൈശ്യന്മാരാണ്. കൃഷി, ഗോരക്ഷ, വാണിജ്യം. നമ്മെ സംബന്ധിച്ചിടത്തോളം ചെറിയ ഒരു മുറുക്കാൻ കട നടത്തുന്നയാൾ മുതൽ ഏറ്റവും വലിയ സ്വർണ്ണക്കട നടത്തുന്നയാൾ വരെയുള്ള മുഴുവൻ വ്യവസായികളെയും ഉൾപ്പെടെയാണ് വൈശ്യൻ എന്ന് പറയുന്നത്. കൃഷി, ഗോരക്ഷ, വാണിജ്യം. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ചു തരാം. ഗുജറാത്തിലെ ഏറ്റവും വലിയ പാൽ കമ്പനിയാണ് അമുൽ എന്ന കാര്യം എല്ലാവർക്കും അറിയാം. ഭാരതത്തിലെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അമുൽ എന്ന് കേട്ടിട്ടുണ്ട്. അതിൻ്റെ MD ആയിരുന്നത് മലയാളിയായിട്ടുള്ള ഡോക്ടർ കുര്യനാണ്. സാധാരണക്കാരായ നമ്മളോട് ചോദിച്ചാൽ കുര്യൻ ആരാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും കുര്യൻ ക്രിസ്ത്യാനിയാണ്. അദ്ദേഹത്തിൻ്റെ മതവിശ്വാസമല്ല നമ്മൾ ചോദിച്ചത്, അദ്ദേഹത്തിൻ്റെ കർമ്മ പദ്ധതി എന്ത്, അദ്ദേഹം എന്ത് കർമ്മത്തിലാണ് ഇരുന്നിരുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡയറി ഫാമുകളിൽ ഒന്നാണ് അമുൽ. അതിൻ്റെ സാരഥിയായിരുന്ന ശ്രീ കുര്യൻ കൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചു തന്ന ചാതുർവർണ്ണ സിദ്ധാന്തത്തിലെ 3ാമത് വർണ്ണമായിട്ടുള്ള വൈശ്യ വർഗത്തിൽപ്പെട്ടയാളാണ്. അതേപോലെ തന്നെ കല്യാൺ സിൽക്സ് ആൻഡ് കല്യാൺ ഗോൾഡ്, ഇതൊക്കെ എല്ലാവർക്കും അറിയാം. അവർ അയ്യരന്മാരാണ്, ബ്രാഹ്മണന്മാരാണ്. പക്ഷേ കുലത്തിൽ നിന്ന് മാറിയിട്ട് യാതൊരു സംശയവും വേണ്ട, കല്യാണരാമൻ ഉൾപ്പെടെയുള്ള, ഭീമാഭട്ടർ ഉൾപ്പെടെയുള്ള ആ തരം ബിസിനസ് നടത്തുന്നവർ മുഴുവൻ പേരും വൈശ്യരാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് വ്യക്തമായിട്ടും ഈ പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ ചാതുർവർണ്ണ വ്യവസ്ഥ ഭാരതത്തിൽ ഉടലെടുത്തത്. 4ാമത്തേത് ശൂദ്രനാണ്. ശൂദ്രനാര്? നമുക്ക് ഈ പ്രപഞ്ച ശരീരത്തിലെ പാദങ്ങളാണ് ശൂദ്ര ശരീരം എന്ന് പറഞ്ഞതാണ് എല്ലാവർക്കും വലിയ വിഷമമായിരിക്കുന്നത്. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ വിഭാഗങ്ങൾക്ക് വേണ്ടുന്ന സകല സഹായങ്ങളും ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഇനി അതിൻ്റെ മറ്റൊരു രൂപം കൂടി ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാം. നമ്മുടെ ബഹുമാന്യനായ നമ്മുടെ കേന്ദ്ര മന്ത്രിസഭയെ മുൻനിർത്തിയാണ് ഞാൻ നിങ്ങളോട് ഈ കാര്യം ചൂണ്ടിക്കാണിച്ചു തരുന്നത്. സമൂഹത്തിലെ താഴ്ന്ന വിഭാഗത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മാറ്റി നിർത്താൻ അല്ലെങ്കിൽ ആ തരത്തിൽ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ദ്രൗപദി മുർമു നമ്മുടെ ബഹുമാന്യയായ പ്രസിഡന്റാണ്. പക്ഷേ അവരാര് എന്ന് ചോദിച്ചാൽ ചാതുർവർണ്ണ വ്യവസ്ഥ അനുസരിച്ചിട്ട് ദ്രൗപദി മുർമു ഇവിടുത്തെ ക്ഷത്രിയ വിഭാഗത്തിലെ നടുനായകത്വം വഹിക്കുന്നു. എൻ്റെ കാരണം വനിതയായ അയമ്മ ഭാരതത്തിൻ്റെ 3 സേനാ വിഭാഗങ്ങളുടെയും ചീഫാണ്. ഇന്ത്യൻ പ്രസിഡന്റാണ് നമ്മുടെ 3 സേനാ വിഭാഗങ്ങളുടെയും ചീഫ്. അതാരായിരുന്നാലും അവർ. അപ്പോൾ ദ്രൗപദി മുർമു എന്ന് പറയുന്ന നമ്മുടെ പ്രസിഡന്റ് എവിടെ ജനിച്ചു, ഏത് കുലത്തിൽ ജനിച്ചു, ഇതൊന്നുമല്ല, പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത് കൊണ്ടും വിവക്ഷിച്ചിരിക്കുന്നത് എന്നതുകൊണ്ടും മനസ്സിലാക്കുക, ദ്രൗപദി മുർമു ക്ഷത്രിയ വിഭാഗത്തിൽപ്പെടുന്നു. അപ്പോൾ പ്രൈം മിനിസ്റ്ററോ എന്നൊരു ചോദ്യം അവിടെ തലവെക്കും. ആ ചോദ്യത്തിൽ പറയാനുള്ളത് അദ്ദേഹം ആദ്യമേ തന്നെ ധൈര്യമായി പറഞ്ഞ ഒരു കാര്യമാണ്, ഞാൻ പ്രധാന സേവകനാണ്. പ്രധാന സേവകൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി ഏത് ജോലി ചെയ്യാനും തയ്യാറുള്ള ആൾ, മറ്റുള്ളവരുടെ ദാസ്യവൃത്തി ചെയ്യുന്നവൻ എന്ന് അല്പം പോലും സംശയത്തിനിടയില്ലാതെയാണ് ബഹുമാന്യനായ നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതുതന്നെ ഈ വസ്തുത ശ്രീകൃഷ്ണൻ കൊടുത്ത അർജുനന് നൽകിയ ആ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശൂദ്രൻ എന്ന പദം മനസ്സിൽ വച്ചുകൊണ്ട് തന്നെയാണ്
നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത്. ഇന്നലെ ജന്മദിനം ആചരിച്ച നമ്മുടെ പ്രിയങ്കരനായ സന്യാസി വര്യൻ, ഇന്നും നമ്മുടെ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന സ്വാമി വിവേകാനന്ദൻ ഭാരതത്തിൽ ശൂദ്രരാജ് വരുന്ന കാലം അതിവിദൂരമല്ല എന്ന് പറഞ്ഞത് എത്ര കൃത്യമായിട്ട് ഭാരതം ആ നിലയിൽ എത്തിയിരിക്കുന്നു എന്ന് ആലോചിക്കുക. അപ്പോൾ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ഈ 4 വർണ്ണങ്ങളും പരസ്പര പൂരകങ്ങളാണ്. ഇവ 4ഉമില്ലാതെ ഈ സമൂഹത്തിന് നിലനിൽപ്പില്ല എന്നും കൂടി ഓർമ്മിച്ചുകൊള്ളുക. പാദങ്ങൾ ശൂദ്രനുമാണ്. ഈ 4 വർണ്ണങ്ങളും കർമ്മം കൊണ്ടുള്ളതും പ്രവൃത്തി അടിസ്ഥാനമാക്കിയുള്ളതുമാണ്. മേൽപ്പറഞ്ഞ 4 വർണ്ണങ്ങളും കൂടാതെ ഒരു വർണ്ണം കൂടി ബാക്കിയുണ്ട്. ആ വർഗം അല്ലെങ്കിൽ അത് ഏത് വർണ്ണം എന്ന് ചോദിച്ചാൽ അത് നമുക്ക് കൃത്യമായി ചൂണ്ടിക്കാണിച്ചു തരാൻ നമുക്ക് കേരളത്തിൽ യാതൊരു വൈഷമ്യവുമില്ല. ചാതുർവർണ്ണ വ്യവസ്ഥയെക്കുറിച്ച് പറഞ്ഞു തരാനായിട്ട് ഭാരതത്തിൻ്റെ മന്ത്രിസഭ തന്നെയാണ് എടുക്കാൻ നമുക്ക് കഴിയുന്നതെങ്കിൽ എൻ്റെ പുരോഭാഗമാണ് ഈ വർണ്ണം, അത് ചണ്ടാളവർണ്ണമാകുന്നു എന്ന് പറയുന്ന, ഇത് ശ്രദ്ധിച്ചാൽ ഒരു പക്ഷേ എനിക്കെതിരെ കേസുണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയെ ചണ്ടാളൻ എന്ന് വിളിച്ചു എന്ന് ഒരു പക്ഷേ പറഞ്ഞേക്കാം. ധൈര്യമായി അത് ആരുടെ മുമ്പിലും ഇത് വാസ്തവമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ കഴിയുമെന്നുള്ളത് കൊണ്ട് ആ വർണ്ണം എന്ത് എന്ന് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിത് ഉപമിക്കുന്നത് എന്നും കൂടി വ്യക്തമാക്കട്ടെ. ചണ്ടാളവർണ്ണം എന്ന് പറയുന്നത് നിഷിദ്ധമായ ഏത് കർമ്മങ്ങൾ ചെയ്യുന്നതിനും യാതൊരു മടിയുമില്ലാത്തവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് അന്യമല്ല. എൻ്റെ പുരോഭാഗം അഥവാ പൃഷ്ഠഭാഗം ചണ്ടാളവർണ്ണമാകുന്നു എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. സാത്വികമായ പ്രവർത്തികൾ മാത്രം ചെയ്യുന്നയാൾ വിപ്രനും ബ്രാഹ്മണനും. വിപ്രൻ എന്ന് പറയുന്നത് തന്നെ ബ്രാഹ്മണൻ. ബ്രഹ്മജ്ഞാനേതി ബ്രാഹ്മണ. സാത്വികമായ രാജവൃത്തി ചെയ്യുന്നയാൾ ക്ഷത്രിയൻ. സാത്വികവും രാജസ താമസ വൃത്തിയുമാണ് വൈശ്യന് വിധിച്ചിട്ടുള്ളത്. താമസവൃത്തിയും രാജസവൃത്തിയും, അതിൽ താമസവൃത്തിക്ക് മുൻതൂക്കം, അല്പം രാജസം കൂടി കലർന്ന ആളാണ് ശൂദ്രൻ. തമോ ഗുണാദി ഐക്യമായുള്ളത് ചണ്ടാളവർണ്ണമാകുന്നു. അവിടെ തമസ് മാത്രമേ ഉള്ളൂ. തമോ ഗുണത്തിന് മാത്രമാണ് അതിൻ്റെ വലിപ്പ കൂടുതൽ, ആധിക്യമായിട്ട് ഉള്ളത്. അതാണ് ചണ്ടാളവർണ്ണം. ചണ്ടാളനാണെങ്കിലും എന്നിൽ ഭക്തനാണെങ്കിൽ വിപ്രത്വം നേടി മോക്ഷപ്രാപ്തനാകും എന്നും പറഞ്ഞിട്ടുണ്ട്. 4 വർണ്ണമുള്ളതുപോലെ 4 ആശ്രമങ്ങളുമുണ്ട്. ആശ്രമങ്ങൾ എന്നുദ്ദേശിക്കുന്നത് 4 ഭാഗങ്ങളാണ്. ഒരു ജീവിതത്തിൻ്റെ 4 ഭാഗങ്ങളാണ്. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. ഈ 4 വർണ്ണങ്ങൾ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര ആശ്രമധർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം വ്യക്തമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഏറ്റവും ശ്രേഷ്ഠം ഗാർഹസ്ഥ്യം തന്നെയാണ്. ഭാര്യാപുത്ര കളത്രാദികളോടുകൂടി വസിക്കുന്നവനാണ് ഗാർഹസ്ഥ്യം. വീട്, ഭാര്യ, കുട്ടികൾ. അതുപോലെ തന്നെ അയാളുടെ ഉത്തരവാദിത്വമാണ് ബ്രഹ്മചാരിക്കും വാനപ്രസ്ഥിക്കും സന്യാസിക്കും ഒരു നേരത്തെ ഭക്ഷണം വേണമെങ്കിൽ അതിന് സഹായിക്കാൻ സാധിക്കുന്നത് ഗൃഹസ്ഥന് മാത്രമാണ്. ബാക്കി 3 പേർക്കും അതിന് സാധിക്കുന്നില്ല. അതുകൊണ്ട് ഏറ്റവും മഹത്തരമായ ആശ്രമം ഏത് എന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ലാതെ പറയണം, അത് ഗാർഹസ്ഥ്യാശ്രമമാണ്. മനസ്സും ഭൂമിയും ഏകദേശം ഒരുപോലെയാണ്. ഒന്നും ചെയ്യാതെ ഭൂമി ഇട്ടിരുന്നാൽ, ഒന്നും ചെയ്യാതെ ഭൂമി കിടന്നാൽ പല വിധത്തിലുള്ള മുൾച്ചെടികളും പുല്ലുകളും വളരുന്നത് പോലെ മനസ്സ് ശൂന്യമാക്കിയിട്ടാൽ ആ മനസ്സിൽ ബ്രഹ്മചന്ത ഉടലെടുക്കുവാനോ വളരുവാനോ യാതൊരുവിധ സാധ്യതയും ഉണ്ടാകുകയില്ല. എന്ന് മാത്രമല്ല, മനസ്സ് അബദ്ധ സഞ്ചാരത്തിന് തയ്യാറെടുക്കുന്നതായും കാണാം. കാരണം മനസ്സിൻ്റെ നിയന്ത്രണത്തിൽ വേണം ബുദ്ധിയെ നിർത്താൻ എന്ന് എത്രയോ പ്രാവശ്യമായി നമ്മൾ ഇതിനു മുമ്പത്തെ എപ്പിസോഡുകളിൽ കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. ശബരിമല തീർത്ഥാടനത്തിൻ്റെ പരിസമാപ്തി
3-4 ദിവസങ്ങൾക്കുള്ളിൽ ഉണ്ടാകാൻ പോവുകയാണ്. ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന സമയവും അവസാന ദിവസങ്ങളോട് അനുബന്ധമായാണ്. അതുകൊണ്ട് തന്നെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അഭിവന്ദ്യരായ തീർത്ഥാടകരുടെ മുമ്പിൽ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തേത്, ഇരുമുടിക്കെട്ടുമായി വരുന്ന ഓരോ ഭക്തനും ഉറപ്പായും തൻ്റെ കെട്ടിൽ ഒരു തരത്തിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഉൾക്കൊള്ളുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. തേനും പനിനീരും പ്ലാസ്റ്റിക് കുപ്പികളിലാണ് കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടുക എന്നുള്ളതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് വ്യക്തമായൊരു കാഴ്ചപ്പാട് തരട്ടെ. തേൻ നിങ്ങൾ കെട്ടുമുറുക്കുന്നിടത്ത് തയ്യാറാക്കുന്ന തൃമധുരത്തിലും, പനിനീര് അതേ സ്ഥലത്ത് തന്നെ കളഭം അലിയിക്കുന്നതിനു വേണ്ടിയും ഉപയോഗിക്കുക. അപ്പോൾ ആ 2 കുപ്പികളും നമ്മുടെ കെട്ടിൽ നിന്ന് ഒഴിവാകും. അതേപോലെ ഇതര വസ്തുക്കളായ ശർക്കര, അവില്, മലര് ഇതൊന്നും പ്ലാസ്റ്റിക് കൂടുകളിലല്ല കൊണ്ടുവരുന്നത് എന്ന് ഉറപ്പാക്കുക. രണ്ടാമത്തെ കാര്യം, സന്നിധാനത്ത് പോയി ദർശനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ യാതൊരു കാരണവശാലും പമ്പയിൽ സ്നാനം ചെയ്യുകയാണെങ്കിൽ, ചെയ്യാൻ പാടില്ലാത്തതാണ്, ചെയ്യുകയാണെങ്കിൽ ഉടുത്തിരിക്കുന്ന മുണ്ട് പമ്പയിൽ ഒഴുക്കുന്ന സ്വഭാവം അവസാനിപ്പിക്കുക. പമ്പയിലെ ഒഴുക്ക് മുറിയുന്ന സമയമായിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകളാണ് ഒരു ദിവസം സ്നാനത്തിനെത്തുന്നത്. അവർ നമ്മുടെ ഒരു മുണ്ട് കാരണമല്ല, നമ്മളെപ്പോലുള്ള ഓരോരുത്തരും ഉപേക്ഷിക്കുന്ന നിരവധി മുണ്ടുകൾ തടം കെട്ടി നിന്ന് പമ്പയിലെ ഒഴുക്ക് മുറിയുകയും പമ്പാജലം അശുദ്ധമായി തീരുകയും ചെയ്യുന്നതിന് ഞാൻ ഒരിക്കലും കാരണക്കാരനാവുകയില്ല എന്ന് തീരുമാനിക്കുകയും പമ്പയിലെ ഉടുതുണി ഒഴുക്ക് അവസാനിപ്പിക്കാനും ഓരോരുത്തരും തീരുമാനിക്കുക. മൂന്നാമത്തെ കാര്യം, സന്നിധാനത്ത് നിന്ന് ദർശനം കഴിഞ്ഞതിന് ശേഷം ഇറങ്ങി വരുമ്പോൾ പമ്പാ ഗണപതി ക്ഷേത്രത്തിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന പന്തളത്ത് രാജാവിൻ്റെ പ്രതിമയിൽ തൻ്റെ കഴുത്തിൽ കിടക്കുന്ന മാല ഊരി സമർപ്പിക്കുകയും അവിടെ നിന്നു മുതൽ വ്രതഭംഗവും വരുത്തിയെന്ന് സങ്കല്പിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികൾ ഞാൻ പറയുന്നില്ല, അത് ഒഴിവാക്കുക. എവിടെ നിന്നാണോ നിങ്ങൾ കെട്ടുമുറുക്കിയത് അവിടെ വരെ വന്ന് അവിടെ വച്ച് നിങ്ങൾ അവിടെ നാളികേരം ബലി നൽകിയ ആ കല്ലിൽ കർപ്പൂരം കത്തിച്ചു വെച്ച് ഒരു തിരി ദീപം കത്തിച്ച് ശരണം വിളിച്ച് സ്വാമിയോട് നന്ദി പറഞ്ഞ് എന്ന് പറഞ്ഞാൽ ആ സമയം വരത്തേക്കും അവിടെ ഒരു ഭൂതനാഥൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ഭൂതത്തിൻ്റെ കാവലുണ്ടായിരുന്നു എന്ന ബോധ്യത്തോടുകൂടി മാല ഊരി അവിടെ സമർപ്പിക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ വ്രതം പൂർത്തിയാകുന്നത് എന്ന് ഓരോ സ്വാമിമാരും ഓർക്കുക. ഈ കാര്യങ്ങളിൽ പ്രത്യേക നിഷ്കർഷ ഇനിയും കേവലം 2-3 ദിവസങ്ങൾ കൂടിയാണ് ശേഷിക്കുന്നത്. ചെയ്യണം, അത് തൻ്റെ കൂട്ടത്തിലുള്ളവർക്ക് ഉപദേശം കൂടി നൽകണം എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. എന്നെ ശ്രവിച്ച ഏവർക്കും നന്ദിപൂർവം സ്വാമിയുടെ അനുഗ്രഹാശിസുകൾ നേർന്നുകൊണ്ട് സ്വാമിയേ ശരണമയ്യപ്പ, ശരണമയ്യപ്പ, ശരണമയ്യപ്പ. അയ്യപ്പ ദർശനം co-sponsored by വുഡ്ലാൻഡ് പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടൽ, തൊടുപുഴ. ഹൈറേഞ്ചിന്റെ കവാടമായ തൊടുപുഴയിൽ രുചിവൈവിധ്യങ്ങളുടെ നിറക്കലവറയായി വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ. കൈപ്പുണ്യത്തിന്റെ മികവ് തെളിയിച്ചുകൊണ്ട് വിവിധയിനം ദോശകൾ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് എന്നിങ്ങനെ കലർപ്പില്ലാത്ത വെജിറ്റേറിയൻ വിഭവങ്ങൾ. ഗ്രഹാതുരത്വം തുളുമ്പുന്ന അന്തരീക്ഷത്തിൽ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ, തൊടുപുഴ മൂവാറ്റുപുഴ റോഡ്, മടക്കത്താനം, കൊച്ചങ്ങാടി. ഇരട്ടി മധുരവുമായി വുഡ്ലാൻഡ് സ്വീറ്റ്സ് എന്ന മധുരക്കലവറയും. ഞങ്ങളുടെ മറ്റൊരു സഹോദര സ്ഥാപനം വിജയ ബ്രിക്സ്, മടക്കത്താനം, കൊച്ചങ്ങാടി.